السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും പാലിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മുസ്ലിം ലോകം പുതിയ ഒരു ഹിജറ വർഷത്തിന് സ്വാഗതമോദാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഹിജറ വർഷത്തിന് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. മുസ്ലിം ലോകം അവരുടെ അടിസ്ഥാന വർഷമായി ഹിജറ വർഷത്തെയാണ് കണക്കാക്കി വരുന്നത്. മുസ്ലിം രാജ്യങ്ങൾ ഹിജറ വർഷമാണ് അവരുടെ ഭരണകാര്യങ്ങളിൽ അവർ അവലംബിക്കുന്നത്. മുസ്ലിം സമൂഹം അവരുടെ ആരാധനകളും ആഘോഷങ്ങളുമൊക്കെ കണക്കാക്കുന്നത് ഹിജറ കലണ്ടർ അടിസ്ഥാനത്തിലാണ്. റമദാൻ വ്രതവും 2 പെരുന്നാളുകളും ഹജ്ജ് തുടങ്ങിയ എല്ലാ അമലുകളുമൊക്കെ മുസ്ലിങ്ങൾ കണക്കാക്കി വരുന്നത് ഹിജറ കലണ്ടറിനെ ആശ്രയമാക്കിയും കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹിജറക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഹിജറയെ നാം ചർച്ച ചെയ്യുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജറയുമായിട്ട് ഈ ഹിജറ വർഷത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. 2ാം ഖലീഫ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന് ഒരു വർഷത്തെ അവലംബിക്കണമെന്ന് തീരുമാനിക്കുകയും അതിനായി തൻ്റെ സഹാബിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ വിളിച്ചു വരുത്തി കൂടിയാലോചന നടത്തുകയും ചെയ്തപ്പോൾ അവരിൽ ചില ആളുകൾ പറഞ്ഞത് നബിയുടെ ജനനത്തെ കണക്കാക്കിക്കൊണ്ടാണ് വർഷം ആരംഭിക്കേണ്ടത്. ചിലർ പറഞ്ഞു നബിയുടെ മരണത്തെ ആണ്, ചിലർ പറഞ്ഞു ഹിജറയാണ്. മഹാനായ 2ാം ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജറയാണ് ഇസ്ലാമിക കലണ്ടർ വർഷത്തിൻ്റെ അടിസ്ഥാന സംഭവമായിട്ട് സ്വീകരിച്ചത് എന്നാണ്. ഹിജറക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ഉമറുൽ ഖത്താബിൻ്റെ തെരഞ്ഞെടുക്കൽ. ഇസ്ലാമിക പ്രബോധനത്തിന് ശാന്തമായ ഒരു മണ്ണ് ലഭിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ മദീന ഹിജറ എന്നുള്ളത്, നബിയുടെ മദീന ഹിജറ എന്നുള്ളത് ശത്രുക്കളുടെ മർദ്ദന പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടലോ ഒളിച്ചോടലോ അല്ല, മറിച്ച് ആദർശ പ്രബോധനത്തിന് അനുയോജ്യമായ ഒരു പ്രദേശം കണ്ടെത്തലും സംഘടിതമായ
പ്രബോധന പ്രവർത്തനത്തിനുമുള്ള ഒരു പ്രയാണവുമായിരുന്നു പ്രവാചകൻ്റെ മദീന ഹിജറ. നബിയുടെ പ്രബോധനത്തിന് അനുയോജ്യമായിട്ട് മദീന പാകപ്പെടുവാൻ വേണ്ടി നബി ഹിജറ പോകുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് തന്നെ പ്രഗത്ഭ വാഗ്മിയും സ്വഹാബിയുമായ മിസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി മദീനയിലേക്ക് അയക്കുകയുണ്ടായി. അദ്ദേഹം അവിടെ വന്ന് പറഞ്ഞത്, ജനങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുക, നല്ലതാണ് നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കവലകളിലും വീടാന്തരം കയറിറങ്ങിയും കൊണ്ട് പ്രബോധന ദൗത്യം ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രബോധനം കാരണം ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് വന്നു. സഅദ് ബിൻ ഉബൈദ, ഉസൈദ് ബിൻ ഉള്ളാർ, സഅദ് ബിൻ മുആദ് തുടങ്ങി പ്രഗത്ഭ മദീനയിലെ നേതാക്കന്മാരായ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി എന്നാണ്. പിന്നീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ മദീന പാകപ്പെട്ടപ്പോഴാണ് പ്രവാചകൻ തൻ്റെ അനുയായികൾക്ക് ഹിജ്റ പോകാൻ അനുവാദം കൊടുത്തത്. പിന്നീടാണ് പ്രവാചകൻ ഹിജ്റ പോകുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ പശ്ചാത്തലം, റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം സമൂഹത്തിൽ പ്രബോധനം നടത്താൻ തുടങ്ങിയപ്പോൾ അജ്ഞതാന്ധകാരത്തിൽപ്പെട്ട് നാശോന്മുഖമായിരുന്ന അറേബ്യൻ സമൂഹത്തിന് മാർഗദർശനം നൽകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചപ്പോൾ, പ്രബോധനം നടത്തിയപ്പോൾ വളരെ ചുരുങ്ങിയ ആളുകളെ മാത്രമാണ് പ്രവാചകന് കിട്ടിയിട്ടുള്ളത്. പ്രവാചകൻ്റെ ഉപദേശം കേൾക്കാൻ തയ്യാറായിട്ടുള്ളതിൽ വളരെ കുറഞ്ഞ ആളുകളായിരുന്നു. അപ്പോൾ പ്രവാചകന് അതോടെ നിരാശയുണ്ടാക്കുകയും അങ്ങനെ ഉള്ളൊരവസരത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രാ മിഅ്റാജൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ ആ 13 വർഷത്തെ പ്രബോധനത്തിൻ്റെ ഇടയിൽ നബിക്ക് ആശാവഹമായൊരു സംഭവമായിരുന്നു മദീനയിൽ നിന്നും ഹിജ്റ വന്ന ചില ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളത്. മിനക്കടുത്തുള്ള അഖബ എന്ന സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഉടമ്പടി ചെയ്തു. ഇസ്ലാം സ്വീകരിക്കാൻ അവർ തയ്യാറായി. മദീനയിൽ വന്നാൽ അവിടെ വരുന്ന ആളുകളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് അഖബ ഉടമ്പടി, ചരിത്രത്തിൽ നമുക്കത് കാണാം. 1-ാം അഖബ ഉടമ്പടി, അതേമാതിരി 2-ാം അഖബ ഉടമ്പടി. 1-ാം അഖബ ഉടമ്പടിയിൽ 12 പേരാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2-ാമത്തെ അഖബ ഉടമ്പടിയിൽ 73 പേരും 2 പുരുഷന്മാരും 2 സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഈ അഖബ ഉടമ്പടിയുടെ വിവരം മക്ക നിവാസികൾ, ഖുറൈശികൾ അറിഞ്ഞപ്പോൾ അവർ പ്രവാചകനെതിരിൽ ഗൂഢാചരണം നടത്തുവാൻ വേണ്ടി ദാറുൻ നദ്വയിൽ ഒരുമിച്ച് കൂടി. ഈ രൂപത്തിൽ മുഹമ്മദ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മതം ഇവിടെ തകരും, അതുകൊണ്ട് ഇവനെ എന്ത് ചെയ്യണം, മുഹമ്മദ് നബി എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുകയാണ്. വൈദിയം കുറുബിക്കല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. സത്യനിഷേധികളായ ആളുകൾ നിനക്ക് തന്ത്രം മെനഞ്ഞ സന്ദർഭം, നിന്നെ ബന്ധനസ്ഥാക്കാനുള്ള അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ട്, നിന്നെ കൊന്നുകളയാനും അല്ല നാട് കടത്താനുമുള്ള അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ട്. അവർ തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. അവസാനം നബിയെ വധിച്ചു കളയുവാനാണ് അവർ തീരുമാനിച്ചു കളഞ്ഞത്. അപ്പം ഹിജ്റക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യം ഉണ്ട് എന്നാണ്. ഹിജ്റ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രം മറ്റൊന്നായി മാറുമായിരുന്നു എന്നാണ്. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ വിഗതികൾ മാറ്റിക്കുറിച്ച ഒരു ടേണിംഗ് പോയിൻ്റാണ് മദീന ഹിജ്റ എന്നുള്ളത്. ഇസ്ലാമിന് യഥാർത്ഥ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ടായത് മദീന ഹിജ്റയോടുകൂടിയാണ്. അവിടെ റസൂലുള്ളാഹി അവിടെ പോയിട്ട് ഔസ് ഖദ്റജ് ഗോത്രക്കാർക്കിടയിൽ സഖ്യമുണ്ടാക്കി, മദീന ജൂതന്മാരുമായി സന്ധി ഉണ്ടാക്കി, പ്രബോധനത്തിന് അനുഗുണമായ ഒരു മണ്ണ് അവിടെ ഉണ്ടാക്കിയെടുക്കുകയുണ്ടായി എന്നാണ് അല്ലേ. അങ്ങോടുകൂടി ലോകം ഖുർആൻ ശ്രവിച്ചു. കിസ്റായുടെയും കൊയ്സറുടെയും കൊട്ടാരങ്ങളിൽ വരെ ഖുർആനിൻ്റെ ശബ്ദം കേൾക്കുകയുണ്ടായി. അതെല്ലാം മദീന ഹിജ്റയുടെ അനന്തര ഫലങ്ങളാണ് എന്നാണ്. നമുക്ക് ഹിജ്റയുടെ ചരിത്രം നമുക്കറിയാം, പക്ഷേ ഹിജ്റയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്കത് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് ഹിജ്റ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ? ഒന്നാമത്തെ ഗുണപാഠം ഇസ്ലാമിലെ സാഹോദര്യം എന്നുള്ളതാണ്. ശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൽ ഉന്നത ജാതകനോ
അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനോ ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. ഇസ്ലാമിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ ഇന്ന് വന്നവനും പാരമ്പര്യ മുസൽമാനും ഒക്കെ തുല്യരാണ് എന്നുള്ളൊരു സന്ദേശം, പരസ്പര സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സന്ദേശമാണ് ഈ ഹിജറ നമുക്ക് നൽകുന്നത്. നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളും അതാണ്. ഉടുതുണിയുമായി വെറും കൈയോടെ അഭയാർത്ഥികളായി വന്ന മുഹാജിറുകളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന മദീന അൻസാറുകളെ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ എല്ലാം തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടിയും കൊണ്ട് അവരോട് പ്രസംഗിക്കുകയുണ്ടായി. താഖൗഫില്ലാഹി അഖവൈ, നിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. അതുകൊണ്ട് മുഹാജിറുകളായി വെറും കൈയോടെ വന്ന ആളുകളെ സഹോദരന്മാരായി നിങ്ങൾ സ്വീകരിക്കണം. അവരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഓരോരുത്തരും ഓരോ അഭയാർത്ഥിയെ സ്വീകരിക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പോൾ അൻസാറുകൾ മത്സരിക്കുകയാണ് എനിക്കൊരാളെ കിട്ടാൻ വേണ്ടി, അല്ലേ? ആളെ കിട്ടാതായി പോകുന്നുള്ള പേടിയിൽ അവർ മത്സരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓരോരുത്തരെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അൻസാരികൾ പരസ്പര സ്നേഹത്തിൻ്റെ മകുട ഉദാഹരണങ്ങളായി മാറി. സമൂഹത്തിനൊരു പ്രശ്നം വന്നപ്പോൾ കൈമെയ് മറന്ന് അവർ പ്രവർത്തിച്ചു. ഒരു അഭയാർത്ഥി ക്യാമ്പോ ടെൻറ്റോ ഒന്നും അവിടെ കെട്ടേണ്ടി വന്നില്ല. ഖുർആൻ അത് എടുത്ത് പറയുന്നുണ്ട് സൂറത്ത് അശ്റിൽ. മദീനയിലെ അൻസാരികളുടെ ആ മഹാമനസ്കത, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ നാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു. വളരെ മുമ്പ് തന്നെ വിശ്വാസികളായ ആളുകൾക്ക് ഭവനവും ഒരുക്കിക്കൊടുത്ത ആളുകൾ, വല്ലദീന തബവ്വഉദ്ദാറ, ഭവനങ്ങൾ ഒരുക്കിക്കൊടുത്തു, താമസിക്കുവാൻ വേണ്ടി മുഹാജിരീങ്ങൾക്ക് ഭവനങ്ങൾ ഒരുക്കിക്കൊടുത്ത ആളുകൾ. വൽ ഈമാന മിൻ ഖബ്ലിഹിം, കുറച്ച് മുമ്പ് തന്നെ അവർ വിശ്വാസം കൈക്കൊണ്ടിട്ടുണ്ട്. അവർ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരുടേക്ക് ഹിജറ വന്ന ആളുകളെ അവർ ഇഷ്ടപ്പെടുന്നു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു, അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ അവർക്കൊട്ടും മനസ്സിന് വിഷമമുണ്ടായിരുന്നില്ല. അല്ലെ, അവർക്ക് പ്രയാസങ്ങളുണ്ടായിട്ടും അവരെന്ത് ചെയ്യുന്നു? ഇവർക്ക് മുൻഗണന കൊടുക്കുന്നു. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അൻസാരികളായ ആളുകൾക്ക് അവർക്ക് പ്രത്യേകമായ ആവശ്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് കൂടി അവർ മറ്റ് മുഹാജിറുകളായ ആളുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന തലത്തിലേക്ക് ഇസ്ലാമിക സാഹോദര്യം മാറി എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ സാഹോദര്യത്തിൻ്റെ ഒരു വലിയ ഉദാഹരണം, ഒരു ഗുണപാഠം നമുക്ക് മദീന ഹിജറയിൽ നിന്ന് പഠിക്കുവാനുണ്ട്. രണ്ടാമത്തത്, നാട്ടിൽ ശാന്തിയും സമാധാനവും ഐക്യവും നിലനിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് രണ്ടാമതായിട്ട് ഹിജറ നമ്മളെ വിരൽ ചൂണ്ടുന്നത്. ഇന്ന് നാട്ടിൽ അശാന്തി പടർന്നു പിടിക്കുകയാണ്. പശ്ചിമേഷ്യയാകെ അശാന്തിയുടെ നിഴലിലാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഹിജറയുടെ സന്ദേശം വളരെ അർത്ഥവത്താവുകയാണ്. രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഉന്നമനത്തിനും മതപ്രബോധനത്തിനുമൊക്കെ നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിർത്തണം എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. കലാപങ്ങളും കലഹങ്ങളും അഭിപ്രായ ഭിന്നതയുമുള്ള ഒരു സമൂഹത്തെ കൊണ്ട് ഒരു നാടിന് പുരോഗതി കൈവരിക്കാൻ സാധ്യമല്ല. അപ്പോൾ പ്രവാചകൻ അത് മനസ്സിലാക്കിയിട്ട് സമാധാനമായ ഒരു അന്തരീക്ഷമുണ്ടാക്കാൻ ജൂതരുമായി സന്ധിയിലേർപ്പെട്ടു. ഔസ് ഖദർജ് ഗോത്രങ്ങൾ തമ്മിൽ സന്ധി ഉണ്ടാക്കി കലഹങ്ങൾ ഉണ്ടാവരുത് എന്ന ഒരു സന്ധി ചെയ്തു. അങ്ങനെ സമാധാനമായ ഒരു അന്തരീക്ഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടാക്കിയെടുത്തു എന്നാണ്. അല്ലേ, ദൂതരുമായി സന്ധി ഉണ്ടാക്കിയപ്പോൾ അതിൽ നിബന്ധനകൾ എന്താണ്? ലിൽ യഹൂദി ദീനുഹും വലിൽ മുസ്ലിമീന ദീനുഹും, ജൂതന്മാർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിക്കാം, മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിക്കാം. ഇല്ലാ മൻളലമ ഔ അസിമ, അക്രമമോ കുറ്റകൃത്യങ്ങളോ ചെയ്താൽ അവർ അതിൻ്റെ പേര് ശിക്ഷിക്കപ്പെടും. അതില്ലാത്ത രൂപത്തിൽ സൗഹൃദമായി എല്ലാവർക്കും മദീനയിൽ ജീവിക്കാമെന്നുള്ള സഖ്യമാണ്, സന്ധിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഗുണപാഠം ഹിജറയിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനുള്ളത്. സാഹോദര്യത്തിൻ്റെ ലഭിക്കുവാനുള്ള രണ്ടാമത്തെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്, നമ്മൾ പിറന്ന വീണ നാടിനോട് നാടിനെ സ്നേഹിക്കണം, ആ നാടിന് വേണ്ടി ത്യാഗം ചെയ്യണം, ആ നാടിന് വേണ്ടിയുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിട്ടുകൊണ്ട് പോവുകയാണ്, തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല.
ആ ഒരു സന്ദർഭത്തിൽ മക്കായുടെ ആ ബൗണ്ടറി, അതിൻ്റെ അതിർത്തി ഇത് നിന്നുകൊണ്ട് പ്രവാചകൻ മക്കയെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വചനം ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അലിംതു അന്നക ഖൈറു അർളില്ലാഹ് വലൗ അന്ന അഹ്ലക അഖ്റജൂനി മിൻകി മാ ഖറജ്തു. ഈ ഭൂലോകത്തിലെ ഏറ്റവും ഉത്തമമായ പ്രദേശമാണ് മക്ക എന്നുള്ളത് എനിക്കറിയാം. വലൗല അന്ന അഹ്ലക അഖ്റജൂനി, മക്കക്കാരായ ആളുകൾ എന്നെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും മക്ക വിട്ടു പോകുമായിരുന്നില്ല. എനിക്ക് മക്ക വിട്ടു പോകുവാൻ എൻ്റെ മനസ്സിൽ താല്പര്യമില്ല, ഇഷ്ടമില്ല. പക്ഷേ ഈ നാട്ടിൽ ജീവിക്കുവാൻ അവർ സാധിക്കുന്നില്ല. പ്രവാചകനെ കൊല്ലുവാനും അപായപ്പെടുത്തുവാനുമാണ് അവർ തീരുമാനിച്ചത്. 53 വർഷക്കാലം തൻ്റെ ശൈശവവും ബാല്യവും യൗവനവും ഒക്കെ ചെലവഴിച്ച നാടിനോടുള്ള സ്നേഹവികാരമാണ് പ്രവാചകൻ്റെ ഈ വാക്കുകൾ, അല്ലേ? നമ്മളും നമ്മുടെ നാടിനെ സ്നേഹിക്കുകയും നാടിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ജന്മനാടിനെ സ്നേഹിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ, അതിനെ സംരക്ഷിക്കുവാനും അതിന് സമാധാനം അന്തരീക്ഷമുണ്ടാകുവാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണമെന്നാണ്. അപ്പോൾ ജന്മനാടിനെ സ്നേഹിക്കുക എന്നുള്ളൊരു ഗുണപാഠം അതിൽ നിന്ന് പഠിക്കാനുണ്ട്. നാലാമതായി, അള്ളാഹുവിൽ അചഞ്ചല വിശ്വാസവും തവക്കലുമുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയത്തിന് ആധാരമാണ്. അടിയുറച്ച വിശ്വാസമുണ്ടാവുക, അള്ളാഹുവിൽ തവക്കലാക്കുക. ഭൗതികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ സഹായിക്കും എന്നാണ്. സമൂഹം മുഴുവൻ എതിരായിരുന്നിട്ടും, ഭൗതിക സാഹചര്യങ്ങൾ മുഴുവൻ നബിക്ക് എതിരായിരുന്നിട്ടും അള്ളാഹു നബിയെ സുരക്ഷിതമായി മദീനയിൽ എത്തിച്ചു. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അള്ളാഹുവാണ് അവൻ്റെ കാര്യങ്ങളിൽ വിജയിക്കുന്നവൻ. ജനങ്ങളിൽ അധിക പേരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൽ ബരമേൽപ്പിച്ച് സൗർ ഗുഹയിൽ ഇരിക്കുമ്പോൾ ശത്രു സംഘങ്ങൾ ഗുഹയുടെ മേൽഭാഗത്ത് വന്ന് ഗുഹയിലൂടെ നോക്കിയാൽ അവരുടെ കാലുകൾ ദൃശ്യമാകുന്നൊരു സന്ദർഭം വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അവർ താഴോട്ട് നോക്കിയാൽ നമ്മളെ പിടിക്കില്ലേ? പിടിച്ചാൽ എന്താ അവസ്ഥ? നമ്മളവർ വധിച്ചു കളയും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മാ ലന്നുക യാ അബൂബക്കർ ബിസ്നൈനി അല്ലാഹു സാലിസുഹുമ. മൂന്നാമതായി അള്ളാഹുൽ തവക്കുലാക്കിയ 2 പേരെ കുറിച്ച് താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുകയില്ലേ എന്ന് പ്രവാചകൻ ചോദിക്കാൻ. അപ്പോൾ പ്രവാചകനെ അള്ളാഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്തി, അല്ലേ? അതുപോലെ തന്നെ നബിയെ പിടിച്ചു കൊടുത്താൽ ഖുറൈശികൾ സമ്മാനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട സുറാഖ നബിയെ പിടിക്കാനായപ്പോൾ അള്ളാഹു രക്ഷപ്പെടുത്തിയ സംഭവം നമുക്കറിയാം. ഇങ്ങനെയൊക്കെ പ്രവാചകനെ അള്ളാഹു സംരക്ഷിച്ചുകൊണ്ട് വലിയ ആപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മദീനയിൽ എത്തിക്കുന്നുണ്ട്. അത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ തവക്കുലിൻ്റെ അനന്തരഫലമാണ്. അപ്പം നമ്മളും നമ്മുടെ വിഷയങ്ങളിൽ പ്രയാസപ്പെടാതെ ദുഃഖിക്കാതെ അള്ളാഹു നമുക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഭൗതികമായി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു വിഷയത്തിൽ ചെയ്ത് ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഹിജ്റയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട മറ്റൊരു കാര്യം, ഏതൊരു കാര്യത്തിനും പ്ലാനിങ്ങും മുന്നൊരുക്കവും തയ്യാറെടുപ്പുകളും വേണം. പ്രവാചകന് ഹിജ്റ പോകാൻ അള്ളാഹു അനുവാദം കൊടുത്തപ്പോൾ ആ യാത്രയ്ക്ക് പ്രവാചകൻ വളരെ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ യാത്രയിലെ കൂട്ടുകാരനെ നിശ്ചയിച്ചു, എൻ്റെ സന്തത സഹചാരിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ. യാത്ര പോയാൽ കുറച്ച് സമയം എവിടെയെങ്കിലും ഒളിച്ചിരിക്കണമെന്ന് തീരുമാനിച്ചു. അതിനുള്ള സ്ഥലം സൗർ ഗുഹയാണ് എന്ന് റസൂലുള്ളാഹി തീരുമാനിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഭക്ഷണം കൊണ്ടുവരുവാൻ വേണ്ടി അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളെ ഏൽപ്പിക്കുകയാണ്, അല്ലേ? ശത്രുക്കളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുള്ളയെ ഏൽപ്പിക്കുകയാണ്. കടലോര വഴി, സാധാരണ പോവാത്ത ഒരു പ്രത്യേക വഴി തിരഞ്ഞെടുത്തു. ആ വഴി പരിചയമുള്ള മുസ്ലിം അല്ലാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്തിന് അത് ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ കൃത്യമായ പ്രവാചകൻ്റെ പ്ലാനിംഗ് ആണ് അവിടെ വിജയിച്ചത് എന്നുള്ളതാണ്. അപ്പം ജീവിതത്തിൽ നമ്മൾക്കും പ്ലാനിങ്ങുകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാവണം. പ്ലാനിങ് ഇല്ലാതെ നമ്മൾ വിഷയത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് പരാജയമായിപ്പോയി. അപ്പം അങ്ങൊരു ഗുണപാഠം ഹിജ്റ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കണം. നമ്മൾ സന്താപത്തിലും സന്തോഷത്തിലും സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന നല്ല സ്നേഹിതന്മാർ നമുക്ക് ഉണ്ടാവണം എന്നാണ് പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് തൻ്റെ യാത്രയിൽ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തത്, അല്ലേ?
അപ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക എന്നുള്ള സന്ദേശവും കൂടി ഈ ഹിജറ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളികൾ സമൂഹത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി മദീനയിൽ വന്നിട്ട് മസ്ജിദുൻ നബവി സ്ഥാപിച്ചുകൊണ്ട് അത് കേന്ദ്രമാക്കി ഇസ്ലാമിൻ്റെ ദഅവത്ത് നിർവഹിച്ചപ്പോഴാണ് ആ പ്രവർത്തനം അല്ലാഹു വിജയിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ മതത്തിൻ്റെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും ഉന്നത മൂല്യങ്ങൾ ലോകത്ത് പ്രസരിപ്പിക്കുന്ന ഇടങ്ങളാണ് പള്ളികൾ എന്നുള്ളത്. സാരോപദേശങ്ങൾ, അതേമാതിരി സൈന്യത്തിനുള്ള പടയൊരുക്കങ്ങൾ, പ്രശ്നപരിഹാരം, ഇതൊക്കെ പള്ളിയിൽ വെച്ചായിരുന്നു പ്രവാചകൻ നിർവഹിച്ചിരുന്നത് എന്നാണ്. പള്ളികൾ വിജ്ഞാനവും സന്മാർഗവും പ്രസരിക്കുന്ന ഇടമാണ്. മനുഷ്യ മനസ്സിന് ശാന്തിയും ലഭിക്കുന്ന ഇടമാണ്. അപ്പോൾ നമ്മുടെ പള്ളികളും അങ്ങനെ തന്നെ ആവണം. ഖുർആൻ പഠനം കൊണ്ടും സക്കാത്ത് കൊടുക്കുക, അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടായാൽ മഹല്ലിൽ പ്രശ്നങ്ങളുണ്ടായാൽ പറഞ്ഞു തീർക്കുന്ന മസ്ലഹത്ത് സമിതി, ഇതൊക്കെ നമ്മുടെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുമ്പോഴേ പള്ളികളുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം ഗുണപാഠങ്ങൾ ഈ ഹിജ്റയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ നമ്മൾ സാന്ദർഭികമായ ഒരു കാര്യം മനസ്സിലാക്കുക. ഹജറ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം തറക്കാവ തബാദാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് വിട്ടകന്ന് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഹിജറ വന്നത്. അപ്പോൾ പിറന്ന നാട് വിട്ടുകൊണ്ട് വേറെ നാട്ടിലേക്ക് പോകുമ്പോൾ ഹിജറ എന്നതിന് പറയും. അപ്പോൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായ മറ്റൊരു ഹിജറയും കൂടി ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളോട് നോ പറയുകയും അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഹിജറ വരുമ്പോൾ അതും കൂടി ഒരു പാഠം നമ്മൾ ഉൾക്കൊള്ളണം. അൽ മുഹാജിറു മൻ ഹജറ മാനഹല്ലാഹു അൻഹു. അള്ളാഹ് എന്തൊക്കെയാണോ വിരോധിച്ചത് അതെല്ലാം ഉപേക്ഷിക്കുന്നവനാണ് മുഹാജിർ. അപ്പോൾ തിന്മകളോട് നോ എന്ന് പറയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ഹിജറ പോകുന്ന ആൾ എന്നാണ്. ജീവിതം മുഴുക്കെ നിലനിൽക്കുന്ന ഹിജറയാണത്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ഹിജറയിലാണ് നമ്മളുള്ളത്. നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നും ഭൂമിയിലേക്ക് പിറന്നു വീണത് ഒരു ഹിജറയാണ്, ഒരു യാത്രയാണ്. ഇനി ആ യാത്രയിൽ നിന്നും കുറച്ചു കാലം നമ്മൾ ഭൂമിയിൽ ജീവിച്ച് ദുന്യാവ് ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകും. അതും ഒരു ഹിജറയാണ്. അപ്പോൾ പുതിയൊരു ഹിജറ വർഷം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം കഴിഞ്ഞു പോവുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം ഒരു വർഷം ജീവിച്ച് തീർത്തു. മരണത്തിലേക്ക് നമ്മളൊരു കുറച്ചുകൂടി അടുത്തടുത്ത് വന്നു. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്ര നമുക്കറിയാം, അല്ലേ? അപ്പോൾ മരണം നമുക്ക് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഖബറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഏത് സ്ഥലത്ത് വെച്ച് നമ്മുടെ മരണം സംഭവിക്കാം. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. ആ ഒരു ബോധത്തിലായിരിക്കണം ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ ഹിജ്റയുടെ ഗുണപാഠങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ സജീവമായി നമ്മുടെ ചിന്തയിലും മനസ്സിലും ഉണ്ടാവണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്. റബ്ബ് തആല അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഭൗതിക ലോകത്ത് ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ അമലുകളിലും കർമ്മങ്ങളിലും വന്നുപോകുന്ന വീഴ്ചകളും കുറവുകളും അള്ളാഹു നമുക്ക് പരിഹരിച്ച് അതെല്ലാം തന്നെ സ്വാലിഹായ അമലാക്കി തീർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും അറിയാതെ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.